ഹലോ ഫ്രണ്ട്സ്, ശ്രുതിദീപു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചി ഇലയിലെ മൈലാഞ്ചി ഇല നല്ല പട്ടുപോലെ 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ചുമന്ന് കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കട്ടൻ ചായയുടെ പൊടിയില്ലേ, അതായത് തേയിലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് മുഴുവനായിട്ടൊന്ന് നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് നാരങ്ങ നീര് അല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ ആ തോടില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. ശർക്കര ഞാനൊരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഈ വെള്ളം 2 ഗ്ലാസ് എന്നുള്ളത് 1 ഗ്ലാസ് ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നമുക്ക് ഈ സൊല്യൂഷൻ ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് അരിപ്പയിൽ പ്രസ് ചെയ്തിട്ട് ആ നീര് ഫുള്ളും നമുക്ക് ഇങ്ങനെ ഊറ്റിയെടുക്കാം. അതിന് ശേഷം ഇത് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. നല്ല തണുത്ത ശേഷം മാത്രം നമുക്കിത് മൈലാഞ്ചി ഇലയുടെ ഒപ്പം അരയ്ക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല എടുത്തിട്ടുണ്ട്. മൈലാഞ്ചി ഇല എടുക്കുമ്പോഴേക്കും അതിൻ്റെ തളിരില നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കൂടുതലും നല്ലത് ചുമന്ന് കിട്ടാൻ. പിന്നെ ഈ ഒരു സൊല്യൂഷനായിട്ട് വെച്ച് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ ഏത് മൈലാഞ്ചി ഇലയും നന്നായിട്ട് തന്നെ ചുമന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി ഇല മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സൊല്യൂഷനും കൂടെ ആവശ്യത്തിന് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് അരച്ച ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും ഈ ഒരു മൈലാഞ്ചി ഇല കിട്ടണമെന്നില്ല. ചിലവരുടെ വീട്ടിലൊക്കെ ഇത് ഒരുപാട് കാണും. അങ്ങനെ അല്ലാത്തവർക്ക് അങ്ങാടി കടയിലൊക്കെ ഉണ്ടല്ലോ, അവിടെ ഹെന്ന പൗഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പാക്കറ്റിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെ ആ ഒരു ഹെന്ന പൗഡറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി നിങ്ങൾ മിക്സിയുടെ ജാറിൽ അരയ്ക്കേണ്ടതില്ല. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കയ്യിലൊക്കെ ഇടാവുന്നതാണ്. ഞാനിപ്പോൾ കയ്യിലിത് ഫുള്ളായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. എനിക്ക് നല്ല ഡാർക്ക് കളറാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനൊരു 15-20 മിനിറ്റിൽ കൂടുതൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചതുകൊണ്ടാണ് എൻ്റെ കൈ ഇത്രയും ഡാർക്ക് കളറിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കൊരു 10-15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ തന്നെയും നല്ല പട്ടുപോലെ നല്ല ചുമന്ന കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സാധാരണ നമ്മൾ മൈലാഞ്ചിയൊക്കെ അരച്ച് കയ്യിലിട്ട് കഴിഞ്ഞാൽ ഒരു നൈറ്റ് ഫുള്ളായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം കഴുകി കളഞ്ഞാലേ നമുക്ക് നല്ല കളറിൽ കിട്ടുള്ളൂ. ശരിക്കും ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു സൊല്യൂഷൻ ഇല്ലേ, അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു കണ്ടെയ്നറിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. മാസങ്ങളോളം തന്നെ അത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതേ രീതിയിലൊന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.